എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് കണ്ടിന്യൂസ് ഇപ്പം ഇന്നും നല്ല രീതിയിൽ ഡൗൺ ആയിരുന്നു. പക്ഷേങ്കിൽ ഇതിൻ്റെ ഇവിടെ നോക്കി അറിയാൻ ഒരു 2 പ്രാവശ്യം ഒരു ഡബിൾ ബോട്ടം ഏകദേശം അടിച്ചിട്ട് ഇച്ചിരി ഒന്ന് കവറിങ് പോയെന്ന്. പക്ഷേങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ വെളിയിലത്തെ മാർക്കറ്റിൻ്റെ സിറ്റുവേഷനൊക്കെ നോക്കിയാൽ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കാരണം പലയിടത്തും സെല്ലിംഗ് ഉണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ കൂടുതലായിട്ട് വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. FISൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സൊക്കെ കൂടുതലായിട്ട് ചൈനയിലോട്ട് പോകും എന്നുള്ള ഒരു വാർത്തയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെതായിട്ടൊരു വീക്ക്നെസ് മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. എന്നാലും ഇപ്പം ഞാൻ ഈ 26,000 മുകളിൽ നിൽക്കുമ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 26,200 ഇന്ന് നല്ലൊരു സെല്ലിങ് സംഭവിക്കാം മാർക്കറ്റിൽ. അതുപോലെ നല്ല ക്ലിയറായിട്ട് നല്ല ഏകദേശം ഒരു 1,300 1,500 റേഞ്ച് ഹൈ എന്നാണെങ്കിൽ ഒരു 1,500 റേഞ്ചിനടുത്ത് ഡൗണിലോട്ട് വന്നിട്ടുണ്ട് നിഫ്റ്റി. അപ്പോൾ നമുക്ക് ഇവിടെ എൻ്റെ ഒരു കണക്കൂട്ടിൽ നാളെ മാർക്കറ്റ് ഡൗൺ ഓപ്പണിംഗ് വരുവാണെങ്കിൽ നിഫ്റ്റി ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഓപ്പണിങ്ങിൽ ഒരു 100 പോയിൻ്റ് ഡൗൺ ആണെങ്കിൽ ഈ ലോയും ഇന്നത്തെ നിഫ്റ്റിയുടെ ലോയോ അതെങ്കിൽ S1 ആ റേഞ്ചിൽ നിന്ന് നിഫ്റ്റി ഒരു ബൗൺസ് വരാൻ ചാൻസ് കൂടുതലാണ്. ബൗൺസ് വരുവാണെങ്കിൽ ചിലപ്പോൾ 25,000 25,200 ആ റേഞ്ചിലോട്ട് പോവാം. അതായത് ഈ ഒരു റേഞ്ച് ഞാനത് വരച്ച് കാണിച്ചുതരാം. ഒറ്റ ദിവസം കൊണ്ടൊക്കെ മൂവ്മെൻറ്റ് നടക്കാൻ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ഈ ഒരു റേഞ്ച്. അതിന് ശേഷം ഒരു മിനിറ്റ് CPR ഒന്ന് ഹൈഡ് ചെയ്തോട്ടെ. അതിനുശേഷം തൻ്റെ ഈ ഒരു റേഞ്ച് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ബാലൻസ് കിടപ്പുണ്ട്. അപ്പോൾ ഒരു ഹെവി മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഈ റേഞ്ചിലോട്ട് വരാം. 25,800 ആ റേഞ്ചിലോട്ട് വരാം. എന്നാലും ഒരു ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് വെച്ചിട്ട് പെട്ടെന്ന് വരുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഇവിടുന്ന് ഏകദേശം ഒരു ഞാൻ പറഞ്ഞ പോലെ ഡൗൺ ഓപ്പണിങ് 100 പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 80 120 പോയിൻ്റൊക്കെ ഡൗൺ ഓപ്പണിങ് വരുവാണെങ്കിൽ മാർക്കറ്റിൽ കവറിങ് വരും. ചിലപ്പോൾ നാളെ തന്നെ 25,000 മുകളിലോട്ട് ഒരു കവറിങ് പ്രതീക്ഷിക്കാം. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ഹൈ വന്നു കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പം ആ മൂവ്മെൻറ്റ് ഹൈലോട്ട് നടത്തിയ മൂവ്മെൻറ്റിനെ കാട്ടി കൂടുതൽ മൂവ്മെൻറ്റ് താഴോട്ട് വരുന്നുണ്ട്. നേരെ തിരിച്ചായിരുന്നു. ഒരു ഡൗൺ ട്രെൻഡ് ഒരു 100 പോയിൻ്റ് പോയാൽ അത് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ അത് ആ 100 പോയിൻറ്റും കവർ ചെയ്ത് പുതിയൊരു ഹൈലോട്ട് വരുന്നു. ഇപ്പം നേരെ തിരിച്ച് വരുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ബ്രേക്ക് ഔട്ട് ഷെയറിൽ പോയി അധികം പെട്ടെന്ന് ട്രേഡ് എടുക്കരുത്. കറക്ഷൻ വന്ന ഷെയറിനകത്തൊക്കെ നമുക്ക് ചാൻസുകൾ കിട്ടാം. അപ്പോൾ അങ്ങനെയുള്ള ഷെയർ നോക്കി എടുക്കുക. നല്ല ക്വാളിറ്റി കമ്പനികൾ ഇപ്പോഴും ഓൾറെഡി നല്ല റേഞ്ചിൽ കിടപ്പുണ്ട്. പക്ഷേ ഈ മാർക്കറ്റ് വീക്കാണെങ്കിൽ എത്ര ക്വാളിറ്റി കമ്പനീസാണെന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഇല്ലാതെയോ അതല്ലെങ്കിൽ കുറച്ചുകൂടെ താഴെ പോകാം. നോക്കാൻ വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ എന്തായിരിക്കും സംഭവിക്കാമെന്ന്. എന്തായാലും മാർക്കറ്റ് വീക്ക്നെസ് ഉണ്ട്. പക്ഷേങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് നാളത്തെ ഒരു ലോ അടിച്ചു കഴിഞ്ഞാൽ ഒരു കവറിങ്ങിനും ചാൻസ് ഉണ്ട്. കവറിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതിൻ്റെ കൂട്ട് ഹെവി ഹൈ അടിക്കത്തില്ല. ഞാൻ പറഞ്ഞ പോലെ 25,200 25,600 800 റേഞ്ചിലോട്ട് ചിലപ്പോൾ ഒരു കവറിങ് വരാം. അങ്ങനെ കവറിങ് വരുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എടുത്തു വെച്ച ഷെയറിനകത്ത് ചില ഷെയറിനകത്തൊക്കെ നമ്മൾ പെട്ടുപോയി കാണും. അങ്ങനെയുള്ള ഷെയറിനകത്തൊക്കെ നമുക്ക് ചെറിയ പ്രോഫിറ്റ് ആണെങ്കിൽ പോലും ഒരു പ്രാവശ്യം വെളിയിൽ വരുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയർസിനകത്ത് നമുക്ക് കുറച്ച് ഷെയർസിനകത്ത് നല്ല ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് ഇന്ന് കാണിക്കുന്നില്ല. ഒരു 3-4 ഷെയർ നല്ല ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നാളത്തേനുള്ള ഷെയറുകളെ നമുക്ക് നോക്കാം. നാളെ നമ്മൾ കുറച്ച് ഷെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഷെയർ 10 ഷെയർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇത് വോളിയം കുറവാണ് തൈൻവാൾക്കം എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ അതിനകത്ത് ഓപ്പണിങ് ചിലപ്പോൾ ഹെവി മൂവ്മെൻറ്റ് അപ്പിലോട്ട് കാണിക്കാം. അപ്പം ഈ R1 R2 റേഞ്ചിലോട്ട് പോയിട്ട്
തിരിച്ച് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് എടുക്കാം. അതുപോലെ ഓസം എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ഈ ഷെയർ ഹൈയും R1 നമ്മൾ ഏകദേശം അടുത്തെത്തും. അപ്പോൾ ഈ 2 റേഞ്ചിന് മുകളിൽ കൂടി 2 റേഞ്ചിന് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അതല്ല വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ 151, 84 എന്ന് പറയുന്ന ഈ റേഞ്ച് പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് താഴോട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ DB കോർപ്പ് പ്രീവിയസ് ഡേ ഹൈന്നോ അതല്ല R1 റേഞ്ചിൽ നിന്നോ കിട്ടുവാണെങ്കിൽ ഓപ്പണിങ്ങിൽ ഒരു R1 റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. അതല്ല ഓപ്പണിങ് ഹെവി മൂവ്മെൻറ്റ് നടത്തി R2 പോയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ നല്ല ഡൗൺ ട്രെൻഡിനൊരു ചാൻസ് കാണിക്കും. ഫിൻ പൈപ്പ് ആണെങ്കിലും R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് താഴോട്ട് ഇറങ്ങുമെന്ന്. ഇപ്പോൾ നാളെ മാർക്കറ്റ് കയറിയെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഷെയർ ഇന്ന് മൂവ്മെൻറ്റ് അടുത്ത ഷെയറിന് അധികം മൂവ്മെൻറ്റ് കാണിക്കാൻ ചാൻസ് കുറവാണ്. CG പവർ അവരേതൊരു അക്വിസിഷൻ നടത്തുന്നുണ്ടെന്ന് കേട്ട ആ ഒരു ന്യൂസിലാണ് ഇത് കയറിയെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ എനിക്കത്ര വിശ്വാസം പോരാ. നാളെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി ഈ R2 മുകളിൽ പോയി ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഈ ആസ്ട്രാസെൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓപ്പണിങ്ങിൽ ഈ ഷെയർ ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോയിട്ട് ഡൗണിൽ പോയിട്ട് ഈ പിന്നെ ഇത് കണ്ടില്ലേ, ഈ 845 ഈ BC, അതായത് ഈ ലോ ലെവലിൽ പോയിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ ഈ ഷെയർ മുകളിലോട്ട് പോകാനൊരു ചാൻസ്. മുകളിലോട്ട് പോകുന്ന പറഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും പോയി 8000 പ്രാവശ്യം ടച്ച് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് ഈ ആസ്ട്രാസെൻ. അത് ഞാൻ പറഞ്ഞ പോലെയുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ മാത്രം ഡൗൺ ഓപ്പണിംഗ് വരണം. ഒന്നുകിൽ ഈ റേഞ്ചിന് താഴെ പോകണം, 7750 താഴെ പോയിട്ട് തിരിച്ച് കയറി വരണം. അതല്ല എങ്കിൽ 7700 ഈ ലെവലിന് അടുത്ത് വന്നിട്ട് തിരിച്ച് ഈ ലെവലിന് മുകളിലോട്ട് കയറിപ്പോയാൽ എനിക്ക് തോന്നുന്നത് ഈ ഷെയർ വീണ്ടും ചിലപ്പോൾ ഈ ഹൈ അടിക്കുകയോ അതല്ലെങ്കിൽ 8000 മുകളിൽ പ്രാവശ്യം വരികയോ ചെയ്യും. ഹെവി മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നോക്കി ചാൻസ് കിട്ടുവാണെങ്കിൽ മാത്രം ബൈ എൻട്രി ചെയ്യും. അതിനകത്ത് ഹൈടെക്കിനകത്ത് R1 പിന്നെ ഹൈയും തമ്മിൽ ഏകദേശം അടുത്തടുത്ത്, അപ്പോൾ 1 രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ 2 റേഞ്ചിന് മുകളിൽ പോയതിന് ശേഷം ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഒരു 3-4 രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിക്കാം. അതല്ല ഓപ്പണിങ് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി R2 പോകുന്നുണ്ടെങ്കിൽ R2 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതുപോലെ അപ്റ്റൂസ് എന്ന് പറയുന്നത് ഇതും ഹൈയും R1 തമ്മിൽ അടുത്താണ്. അപ്പോൾ ഈ റേഞ്ചിൽ നിന്ന് ഇത് ചിലപ്പോൾ മുകളിലോട്ട് പോയിട്ട് ചിലപ്പോൾ കുറച്ചിറങ്ങും, പക്ഷേ ഒത്തിരി ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷെങ്കിൽ ഈ R2 ഒരു 400 പോയതിന് ശേഷം ഈ 400 അടുത്ത് പോയിട്ടോ ഈ R2 കട്ട് ചെയ്തായിട്ടിറങ്ങിയാൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഈ ഷെയർ PAVN പവന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ ഷെയർ ഈ R1 ഹൈയും ശ്രദ്ധിക്കുക. ഈ 2 റേഞ്ചിൽ ഏതെങ്കിലും റേഞ്ച് വന്നിട്ട് ഇറങ്ങും, ഏത് റേഞ്ച് വന്നിട്ട് ഇറങ്ങുന്നോ അവിടെ നമുക്ക് നല്ലൊരു എൻട്രി എടുക്കാം. അതുപോലെ ബ്രിഗേഡ് എന്ന് പറയുന്ന ഷെയർ R1 R2 റേഞ്ചിൽ നമുക്കൊരു നല്ല ചാൻസ് പ്രതീക്ഷിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങോട്ട് തിരിച്ച് മസ്കറ്റിന് വരാനുള്ള തിരക്കായതുകൊണ്ട് അധികം വീഡിയോ ഒന്നും ഇട്ടിരുന്നില്ല. അപ്പോൾ നാളെ തന്നെ കുറച്ച് ഷെയർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. അതിലെ ആസ്ട്രാസെൻ മാത്രം ഞാൻ പറഞ്ഞ രീതി വരുവാണെങ്കിൽ ഒരു ബൈ ചാൻസ് അതിനകത്ത് ചാൻസ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും നല്ല പ്രോഫിറ്റോടെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.